അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പഠനം 1328. സൂറത്തു യൂനുസ് 11 മുതൽ 14 കൂടിയ സൂക്തങ്ങൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولو يعجل الله للناس الشر استعجالهم بالخير لقضي إليهم أجلهم فنذر الذين لا يرجون لقاءنا في طغيانهم يعمهون وإذا مس الإنسان الضر دعانا لجنبه أو قاعدا أو قائما فلما كشفنا عنه ضره مر كأن لم يدعنا إلى ضر مسه كذلك زين للمسرفين ما كانوا يعملون ولقد أهلكنا القرون من قبلكم لما ظلموا وجاءتهم رسلهم بالبينات وما كانوا ليؤمنوا كذلك نجزي القوم المجرمين ثم جعلناكم خلائف في الأرض من بعدهم لننظر كيف تعملون. صدق الله العظيم. بسم الله والحمد لله والصلاة والسلام على سيدنا محمد وآله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. ولو يعجل الله للناس, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ, അശർറ തിന്മക്ക് ധൃതി കാണിച്ചിരുന്നുവെങ്കിൽ, ഇസ്തിഅജാലഹും ബിൽ ഖൈരി നന്മ കൊണ്ട് അവർ ധൃതി കാണിക്കുന്നത് പോലെ, ലഖുലിയ ഇലൈഹിം അജലുഹും അവരുടെ വിധി അവർക്ക് തീരുമാനിക്കപ്പെടുമായിരുന്നു, അവരുടെ അവധി അവർക്ക് തീരുമാനിക്കപ്പെടുമായിരുന്നു. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന, അപ്പോൾ നമ്മെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്തവരെ നാം വിടുകയാണ്. ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ ധിക്കാരത്തിൽ വിഹരിക്കാൻ വേണ്ടി. വൈദാ മസ്സൽ ഇൻസാന ളുർറു, മനുഷ്യനെ വല്ല ബുദ്ധിമുട്ടും ബാധിച്ചാൽ, ദഅാന അവൻ നമ്മോട് പ്രാർത്ഥിക്കും. ലിജംബിഹി അവന്റെ ഒരു ഭാഗത്തിന്റെ മേൽ കടന്നുകൊണ്ട്, ഔ ഖായിദൻ അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട്, ഔ ഖായിമൻ അല്ലെങ്കിൽ നിന്നുകൊണ്ട് അവൻ നമ്മോട് പ്രാർത്ഥിക്കും അതിൽ നിന്ന് രക്ഷ കിട്ടാൻ. ഫലമ്മ കശഫ്നാ അൻഹു ളുർറഹു, അങ്ങനെ അവനെ തൊട്ട് ആ ബുദ്ധിമുട്ട് നമ്മൾ നീക്കിക്കൊടുത്താൽ, മറ അവൻ നടന്നുപോകും. കഅല്ലം യദ്ഉനാ ഇലാ ളുർരിൻ മസ്സഹു, അവനെ ബാധിച്ച ഒരു ബുദ്ധിമുട്ടിനു വേണ്ടി അവൻ നമ്മോട് പ്രാർത്ഥിച്ചിട്ടില്ലാത്തവനെ പോലെ അവൻ നടന്നുപോകും. കദാലിക ഇപ്രകാരം സുയ്യന ലിൽ മുസ്രിഫീൻ, അതിക്രമികളായ ആളുകൾക്ക് ഭംഗിയാക്കി കാണിക്കപ്പെട്ടിരിക്കുന്നു, മാക്കാനു യഅമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം. വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് ഒരുപാട് തലമുറകളെ നാം നശിപ്പിച്ചിട്ടുണ്ട്. ലമ്മാ ളലമു, അവർ അക്രമികളായപ്പോൾ. വജാഅത്തുഹും റുസുലുഹും ബിൽ ബയ്യിനാത്ത്, അവരുടെ ദൂതന്മാർ അവരുടെ അടുത്ത് തെളിവുകളുമായി വരികയും ചെയ്തു. വമാ കാനൂ ലിയുമിനു, അവരാ തെളിവുകൾ വിശ്വസിക്കുന്നവരായില്ല. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, ഇപ്രകാരം തന്നെ അക്രമികളായ ജനങ്ങൾക്ക് നാം പ്രതിഫലം നൽകുന്നതാണ്. സുമ്മ ജഅൽനാകും ഖലായിഫ ഫിൽ അർളി മിൻ ബഅദിഹിം, പിന്നീട് ആ തലമുറകൾക്ക് ശേഷം ഭൂമിയിൽ നിങ്ങളെ നാം പ്രതിനിധികളാക്കിയിരിക്കുന്നു. ലിനൻളുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാൻ വേണ്ടി എന്ന് അല്ലാഹു പറഞ്ഞു. ബഹുമാനപ്പെട്ട ഖുർആനിൽ കഴിഞ്ഞ ഈ സൂറത്തിന്റെ ആദ്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിച്ചവർക്ക് പ്രതിഫലവും അതേപോലെ നിഷേധികൾക്ക് താക്കീതും നൽകുന്ന ഒരുപാട് സന്ദേശങ്ങൾ നേരത്തെ ഉണർത്തിയല്ലോ. അത് ഉണർത്തിയതിനു ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി ഒരു കാര്യം പറയുകയാണ്. എന്താണ് ആ പറയുന്നത്? ഭൗതിക ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ തെറ്റിനനുസരിച്ചുള്ള പ്രതിഫലം സഡനായിട്ട് കൊടുക്കുന്നില്ല, പെട്ടെന്ന് അവൻ പ്രതിഫലം നൽകുന്നില്ല, മറിച്ച് അവൻ സാവകാശം നൽകുകയാണ്. എന്ന് പറഞ്ഞാൽ അവരവർ ചെയ്യുന്നതിനനുസരിച്ചുള്ള പ്രതിഫലം ഭൂമിയിൽ പെട്ടെന്ന് തന്നെ അല്ലാഹു തആല നൽകിയിരുന്നുവെങ്കിൽ അവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾക്ക് തീരെ ജീവിക്കാൻ തന്നെ അവസരമുണ്ടാകുമായിരുന്നില്ല.
അതുകൊണ്ട് ഭൂമിയിൽ അല്ലാഹു തആല സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വീണ്ടും വിചാരത്തിന് പരമാവധി അവസരം നൽകുക എന്നതാണ്. തെറ്റുകളും തിന്മകളും അവരിൽ നിന്ന് വരുമ്പോൾ അതിനെതിരിൽ പെട്ടെന്നു തന്നെ തീരുമാനമെടുത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിക്കുന്നില്ല. മറിച്ച് അവർക്ക് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. തെറ്റുകളിൽ നിന്ന് മാറാനും നന്മയുടെ രംഗത്തേക്ക് കടന്നു വരാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാനുള്ള വേദികൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇത് അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന മഹത്തായ ഒരു കാരുണ്യമാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുന്നത്. അവർ തെറ്റുകൾ ശിക്ഷകൾ വരാൻ വേണ്ടി മുശ്രിക്കുകൾ അവര് പെട്ടെന്ന് തന്നെ നബിതങ്ങളോടും അതേപോലെ മുൻകാലത്തുള്ള നബിമാരോടൊക്കെ അവർ ചോദിച്ചിട്ടുണ്ട്. വയഖൂലൂന മതാ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ. പ്രവാചകന്മാരോട് അതാതു കാലത്തെ നിഷേധികളായിട്ടുള്ള ആളുകൾ പറഞ്ഞൊരു പ്രയോഗമാണത്. നിങ്ങൾ ഈ വാഗ്ദാനം ചെയ്യുന്ന ശിക്ഷയൊക്കെ എപ്പോഴാ വരിക? നിങ്ങൾ സത്യം പറയുകയാണെങ്കിൽ അതിങ്ങ് വന്നോട്ടെ, താമസിപ്പിക്കണ്ട എന്നവർ പറഞ്ഞിട്ടുള്ള രംഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതേപോലെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വിഷമകരമായ സംഗതികൾ ഉണ്ടാകുമ്പോൾ ആ വിഷമകരമായ സംഗതികളുമായി ബന്ധപ്പെട്ട് അവർ ഒരിക്കലും അല്ലാഹു ഇഷ്ടപ്പെടാത്ത വിധത്തിലുള്ള പ്രാർത്ഥനകൾ നടത്താറുണ്ട്. ഉദാഹരണം, മക്കളിൽ നിന്ന് എന്തെങ്കിലും സുഖകരമല്ലാത്തൊരു സംഗതി ഉണ്ടായാൽ ഉടനെ തന്നെ ആ മക്കൾക്കെതിരിൽ രക്ഷിതാക്കൾ പ്രാർത്ഥിക്കാറുണ്ട്. പലപ്പോഴും നിന്നെ അല്ലാഹു നശിപ്പിക്കട്ടെ, അല്ലെ നീ ഒരു കാലത്തും ഗുണം പിടിക്കൂല, നിനക്ക് ശാപമുണ്ടാവട്ടെ എന്നിങ്ങനെ പറയും. നന്നായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ ഇതൊരു ഹലാക്കിന്റെ മഴയായിപ്പോയല്ലോ, എന്താണ് ഈ മഴ ഒന്നും നിൽക്കാത്തത് എന്ന് നമ്മൾ പറയും. എന്നാൽ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ ഉത്തരം ചെയ്യുകയാണെങ്കിൽ പിന്നീട് മഴയേ ഇല്ലാതെ വിഷമിക്കുന്ന അവസ്ഥ ഒരു പക്ഷേ ഉണ്ടായേക്കും. അതുകൊണ്ട് അല്ലാഹു തആല അവന്റെ ഒരു നിലപാട് പറയുകയാണ്. അവന്റെ അടിമകൾക്ക് അവൻ കാരുണ്യം ചെയ്തു കൊടുത്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് പറയുകയാണ്. എന്താണ്? വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി, ജനങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നൽകിയിരുന്നുവെങ്കിൽ അശ്ശർറ, തിന്മയെ അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തിന്മയെ അല്ലെങ്കിൽ തിന്മക്കുള്ള പ്രതിഫലത്തെ അല്ലാഹു പെട്ടെന്ന് നൽകിയിരുന്നുവെങ്കിൽ ഇസ്തിഅജാലഹും ബിൽ ഖൈരി, നന്മ കൊണ്ട് അവർ ധൃതിപ്പെട്ട് ചോദിച്ചതുപോലെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി അവർ ധൃതിയോടുകൂടെ ചോദിക്കുന്നു, അല്ലാഹു തആല പെട്ടെന്ന് തന്നെ ചിലപ്പോൾ ഉത്തരവും നൽകുന്നു. ഇതേപോലെ തിന്മക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരാവശ്യപ്പെടുന്നതിനനുസരിച്ച് അല്ലാഹു തആല ധൃതിപ്പെട്ട് ആ തിന്മയുടേതായിട്ടുള്ള ആവശ്യം പരിഗണിച്ചിരുന്നുവെങ്കിൽ ലഖുദിയ ഇലൈഹിം അജലുഹും, അവരുടെ അവധി അവരിലേക്ക് വീട്ടപ്പെടുമായിരുന്നു, തീരുമാനിക്കപ്പെടുമായിരുന്നു. അതായത് അവർ നശിപ്പിക്കപ്പെടുമായിരുന്നു, ജീവിക്കാനുള്ള സാഹചര്യം തന്നെ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അല്ലാഹു തആല എന്ത് ചെയ്തില്ല? അങ്ങനെ ചെയ്തില്ല. മറിച്ച് അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സാവകാശം നൽകുകയാണ് ചെയ്തത്. അവരാവശ്യപ്പെട്ട ശിക്ഷ ഉടൻ തന്നെ അവർക്ക് നൽകിയില്ല. ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം, പ്രവാചകന്മാരുടെ എതിരാളികളായ ആളുകൾ അവര് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ ഇൻ കാന ഹാദാ ഹുവൽ ഹഖ്ഖ മിൻ ഇൻദക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഈ ഖുർആൻ നിന്റെ ഭാഗത്തുനിന്നുള്ള സത്യമാണെങ്കിൽ പടച്ചോനെ ഫംസിർ അലൈനാ ഹിജാറത്തൻ മിനസ് സമാഇ അബിഅ്തിനാ ബിഅദാബിൻ അലീം, ആകാശത്തുനിന്ന് ഞങ്ങൾക്ക് കല്ലുമഴ വർഷിപ്പിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശിക്ഷകൾ നൽകുകയോ ചെയ്യണമേ എന്നവർ പ്രാർത്ഥിച്ചു. അപ്പൊ ആ തിന്മക്ക് വേണ്ടിയുള്ള അവരുടെ പ്രാർത്ഥന അത് ഉടൻ തന്നെ അല്ലാഹു തആല സ്വീകരിച്ചിരുന്നെങ്കിൽ അവരപ്പോഴേ മരിച്ചുപോയേനെ. പക്ഷെ ആ തിന്മക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് അല്ലാഹു തആല ഉടൻ ഉത്തരം ചെയ്തില്ല. എന്തുകൊണ്ട് ചെയ്തില്ല? അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകിയ മഹത്തായ അനുഗ്രഹവും കാരുണ്യവുമാണത്. ഇതാണ് അല്ലാഹു തആല ഉണർത്തുന്നത്. നോക്കൂ, മഹാനരായ ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഇവിടെ വിശദീകരിക്കുന്നത് കാണാം. യുഖ്ബിറു തആല അൻ ഹിൽമിഹി വ ലുത്ഫിഹി ബിഇബാദിഹി, അല്ലാഹു തആല തന്റെ സഹനത്തെ സംബന്ധിച്ചും അടിമകൾക്ക് ചെയ്തു കൊടുക്കുന്ന കാരുണ്യത്തെ സംബന്ധിച്ചും പറയുകയാണ്. എന്താണ്? അന്നഹു ലാ യസ്തജീബു ലഹും ഇദാ ദഅഉ അലാ അൻഫുസിഹിം ഔ അംവാലിഹിം ഔ ഔലാദിഹിം ഫീ ഹാലി റജ്ലിഹിം വ ഗളബിഹിം, അവർക്ക് ദേഷ്യം വരുന്ന സമയത്തോ മുഷിപ്പുണ്ടാകുന്ന സമയത്തോ അവരുടെ മക്കൾക്കെതിരിലോ സമ്പത്തിനെതിരിലോ സ്വശരീരത്തിനെതിരിൽ തന്നെയോ അവർ പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്ലാഹു തആല ഉടൻ അതിന് ഉത്തരം നൽകുന്നില്ല. എന്താ കാരണം? വഅന്നഹു യഅലമു മിൻഹും അദമൽ ഖസ്ദി ഇലാ ഇറാദത്തി ദാലിക,
അവരങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിലും ഉടൻ തന്നെ അതിന് ഉത്തരം കിട്ടണമെന്ന ഉദ്ദേശത്തോടെ ഒന്നുമല്ല. അത് സ്വാഭാവികമായി അവരിൽ നിന്ന് വരുന്ന ഒരു പ്രതികരണമാണ് എന്ന അർത്ഥത്തിൽ അള്ളാഹു അത് കണ്ടു. അതുകൊണ്ട് ഫലിഹാദാല യസ്തജീബു ലഹും, അവർക്ക് അള്ളാഹു തആല ഉത്തരം നൽകിയില്ല. വൽഹാലത്തു ഹാദിഹി, അവസ്ഥ ഇതായിരിക്കെ അവർക്ക് അള്ളാഹു തആല ആ ചോദ്യത്തിന് ഉത്തരം നൽകിയില്ല. ലുത്ഫൻ വറഹ്മ, അള്ളാഹുവിൽ നിന്നുള്ള അനുകമ്പയും അവന്റെ കാരുണ്യവും കാരണത്താൽ. ഏതുപോലെ ഉത്തരം നൽകിയില്ല? കമാ യസ്തജീബു ലഹും ഇദാ ദഅഉ ലി അൻഫുസിഹിം ഔ ലി അംവാലിഹിം വഔലാദിഹിം ബിൽ ഖൈരി വൽ ബറകത്തി വന്നമാ, അവരുടെ ശരീരത്തിനോ സമ്പത്തിനോ മക്കൾക്കോ ഒക്കെ വേണ്ടി അവർ ഗുണത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിന് അല്ലാഹു തആല സഡൻ ഉത്തരം നൽകുന്നത് പോലെ ആ ശരീരത്തിനെതിരിൽ അല്ലെങ്കിൽ മക്കൾക്കെതിരിൽ അല്ലെങ്കിൽ സമ്പത്തിനെതിരിൽ പ്രാർത്ഥിക്കുന്നതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്തരം നൽകിയില്ല. കാരണം അല്ലാഹു എങ്ങാനും അതിന് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ ഐ ലവസ്തജാബ ലഹും കുല്ലമാ ദഅഉഹു ബിഹി ഫീ ദാലിക്, ഈ വിഷയത്തിൽ അവരുടെ ദുആക്ക് മുഴുവനും അല്ലാഹു ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ ലാഹലക്കഹും, അവരെ അല്ലാഹു തആല പെട്ടെന്ന് തന്നെ നശിപ്പിക്കുമായിരുന്നു. വലാകിൻ ലാ യംബഗി ലിക്സാറു മിൻ ദാലിക്, എന്നാൽ ഇങ്ങനെ പ്രാർത്ഥന വർദ്ധിപ്പിക്കരുത്. ദേഷ്യം വരുമ്പോൾ അതിനനുസരിച്ച് മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുക, സ്വന്തത്തിനെതിരിൽ പ്രാർത്ഥിക്കുക, സമ്പത്തിനെതിരിൽ പ്രാർത്ഥിക്കുക. ഈ സംഗതി ഒന്നും നമ്മൾ ചെയ്യരുത്. കാരണം ചില ഘട്ടങ്ങളിൽ സാധാരണഗതിയിൽ അല്ലാഹു തആല അതിന് ഉത്തരം നൽകാതെ സാവകാശം തരുന്നുണ്ടെങ്കിലും ചില ഘട്ടങ്ങൾ എന്തായിരിക്കും, ഉത്തരം ലഭിക്കുമെന്ന് ഉറപ്പുള്ള ഘട്ടമായി മാറിയേക്കാം. അതുകൊണ്ട് തന്നെ നിബിധങ്ങളുടെ ഹദീസിൽ വന്നിട്ടുണ്ട്, ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു, ലാ തദഉ അലാ അൻഫുസിക്കും, നിങ്ങൾക്കെതിരിൽ നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ലാ തദഉ അലാ ഔലാദിക്കും, നിങ്ങളുടെ മക്കൾക്കെതിരിലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. ലാ തദഉ അലാ അംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിനെതിരിലും നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പെട്ടെന്നുണ്ടാകുന്ന വികാര വിക്ഷോഭം കൊണ്ട് നിങ്ങൾ അത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തിയാൽ അവിടെ ചിലപ്പോൾ ഉണ്ടാവാൻ ലാ തുവാഫിഖു മിനല്ലാഹി സഅതൻ ഫിഹാ ഇജാബ, അള്ളാഹുവിൽ നിന്ന് ഉത്തരം കിട്ടുമെന്ന് ഉറപ്പുള്ള ഒരു സമയത്തോട് നിങ്ങളുടെ പ്രാർത്ഥന യോജിച്ചു വരാതിരിക്കട്ടെ. അങ്ങനെ യോജിച്ചു വന്നാലോ ഫയസ്തജീബു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം തരും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു, മക്കൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്നു, അതേപോലെ തന്നെ നിങ്ങളുടെ സമ്പത്തിനെതിരിൽ പ്രാർത്ഥിക്കുന്നു, നിങ്ങൾക്കെതിരിൽ തന്നെ പ്രാർത്ഥിക്കുന്നു. ഞാനങ്ങ് മരിച്ചു പോയിക്കോട്ടെ അല്ലെങ്കിൽ എനിക്കങ്ങ് ശിക്ഷ വന്നോട്ടെ എന്ന് വരെ നിങ്ങൾ പറയുന്നു. ഈ പറയുന്നത് ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ നിങ്ങൾ പറയുന്നത് ഏറും ഓറും ഒക്കെ എന്ന് പറഞ്ഞതുപോലെ എന്താകും, അള്ളാഹു ദുആക്ക് ഉത്തരം നൽകുന്ന സമയത്തോട് യോജിച്ചു എന്നാൽ അള്ളാഹു തആല ഉത്തരം തരും. അള്ളാഹുവിന് ഉത്തരം തന്നാൽ അത് താങ്ങാൻ നിങ്ങൾക്കാവില്ല. അത്രയും പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് അത്, നിങ്ങൾ മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വലൗ യുഅജ്ജിലുല്ലാഹു ലിന്നാസി, അള്ളാഹു തആല ജനങ്ങൾക്ക് പെട്ടെന്ന് നൽകിയിരുന്നുവെങ്കിൽ അശ്ശറ, തിന്മയെ, ഇസ്തിഅജാലഹും ബിൽ ഖൈരി, നന്മ കൊണ്ട് അവർ ധൃതിപ്പെട്ട് ആവശ്യപ്പെടുന്നത് പോലെ തിന്മക്ക് അവർ ആവശ്യപ്പെടുന്നതിന് അള്ളാഹു തആല പെട്ടെന്ന് ഉത്തരം നൽകിയിരുന്നുവെങ്കിൽ ലഖുദിയ ഇലൈഹിം അജലുഹും, അവരുടെ അവധി അവരിലേക്ക് വീട്ടപ്പെടുമായിരുന്നു എന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ അവർക്കെതിരെ ശിക്ഷ വരുമായിരുന്നു. എന്നാൽ അള്ളാഹു തആല അങ്ങനെ ചെയ്തില്ല. അവർക്ക് അള്ളാഹു സാവകാശം നൽകി. ഫനദറുല്ലദീന ലാ യർജൂന ലിഖാഅന, അപ്പോൾ നമ്മുടെ നമ്മളെ കണ്ടുമുട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ആഗ്രഹിക്കാത്ത ആളുകളെ നാം വിടുന്നു. ഫീ തുഗ്യാനിഹിം യഅമഹൂൻ, അവരുടെ ധിക്കാരത്തിൽ വിഹരിക്കാൻ പറ്റും വിധത്തിൽ കുറച്ചു കാലത്തേക്ക് അവരെ നമ്മൾ അഴിച്ചുവിടുകയാണ്. അവരാവശ്യപ്പെട്ട ശിക്ഷ സഡനായിട്ട് നമ്മൾ അവർക്ക് നൽകുന്നില്ല. അവർ ചെയ്യുന്ന കുറ്റത്തിന് പെട്ടെന്ന് ശിക്ഷ നൽകുന്നില്ല. മറിച്ച് അവർക്ക് സാവകാശം നൽകുകയാണ്, വീണ്ടും വിചാരമുണ്ടാവാൻ, നന്മയിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാൻ. കാരണം അങ്ങനെ നേരത്തെ ധിക്കാരത്തിലും അതേപോലെ തിന്മയിലുമൊക്കെ കഴിഞ്ഞുകൂടിയ ധാരാളം ആളുകൾക്ക് പിന്നീട് പല സന്ദർഭങ്ങളിലും വീണ്ടും വിചാരമുണ്ടായിട്ടുണ്ട്. അവർ വിശ്വാസത്തിന്റെ വിശുദ്ധിയിലേക്ക് കടന്നു വന്നിട്ടുമുണ്ട്. അപ്പൊ നമുക്കറിയാമല്ലോ, തായിഫിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ ദഅവത്തിന് പോയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തമ്മാടിപ്പിള്ളേരെ കൊണ്ട് കല്ലെറിയിക്കുകയായിരുന്നു അവിടെയുള്ള കേമന്മാർ. പക്ഷെ അവരെ നശിപ്പിക്കാൻ അല്ലാഹു തആല മുത്തുനബിന്റെ സമ്മതമുണ്ടെങ്കിൽ നശിപ്പിക്കാൻ അല്ലാഹു തആല മലക്കുകൾക്ക് നിർദ്ദേശം നൽകി. അല്ലാഹു തആല അതിന്റെ നിർദ്ദേശപ്രകാരം മലക്കുകൾ നബി തങ്ങളോട് സമ്മതം ചോദിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് എന്താ, അവര് നന്നാവുന്നില്ലെങ്കിലും അവരുടെ അടുത്ത ജനറേഷനിലെങ്കിലും ആരെങ്കിലും ഹിദായത്തിലേക്കും ഈമാനിലേക്കും വരുമെങ്കിൽ എനിക്ക് അതാണ് താല്പര്യം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പെട്ടെന്ന് നശിപ്പിക്കാൻ അനുവാദം കൊടുത്തില്ല. പിന്നീട് ആ നാട്ടിൽ ഇസ്ലാമിന്റെ ശക്തമായിട്ടുള്ള വേലിയേറ്റം ഉണ്ടാവാൻ അത് കാരണമായില്ലേ.
അതേസമയത്ത് അവരപ്പോൾ നശിപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നന്മയിലേക്കുള്ള വഴിയൊരുക്കപ്പെടുമായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അല്ലാഹു തആല പരമാവധി അടിമകൾക്ക് അവരുടെ ധിക്കാരവും അഹങ്കാരവും എല്ലാം പരിധി വിടുമ്പോഴും പിന്നെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവസരം നൽകുകയാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ആ അവസരം കിട്ടിയതിൽ നമ്മൾ വഞ്ചിതരാവാതെ അല്ലാഹു തആല എപ്പോഴും നമുക്കെതിരെ ഈ പാപത്തിന്റെ ശമ്പളം തന്നേക്കാം എന്ന കണക്കൂട്ടലോടുകൂടെ തിന്മയിൽ നിന്ന് പരമാവധി രാജിയാവാനും നന്മയുടെ സഹകാരികളായി മാറാനുമുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന പാഠം കൂടി നമുക്ക് ഈ ആയത്ത് നൽകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മനുഷ്യന്റെ ഒരു ധിക്കാരത്തിന്റെയും അതേപോലെ നന്ദികേടിന്റെയും സ്വഭാവം അല്ലാഹു ഉണർത്തുകയാണ്. വൈദാ മസ്സൽ ഇൻസാനൽ ളുർറു, മനുഷ്യനെ ഒരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, ഏതെങ്കിലും പ്രതിസന്ധിയും പ്രയാസവും അവനുണ്ടായാൽ, ആ സമയത്ത് ദഅാനാ ലിജംബിഹി, അവൻ അവന്റെ പാർശ്വങ്ങളുടെ മേലിൽ ഭാഗങ്ങളുടെ മേലിൽ കടന്നുകൊണ്ട് നമ്മളോട് പ്രാർത്ഥിക്കും. വലിയ ബുദ്ധിമുട്ടാണ്, എഴുന്നേൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ കിടന്നുകൊണ്ട് അവൻ നമ്മോട് പ്രാർത്ഥിക്കും. ഔ ഖായിദൻ, അല്ലെങ്കിൽ ഇരുന്നുകൊണ്ട്, എന്ന് പറഞ്ഞാൽ കിടക്കേണ്ട ആവശ്യമില്ല, അത്ര തന്നെ പ്രയാസമില്ലാത്ത ഘട്ടമുണ്ടാവുക. ഔ ഖായിമൻ, അല്ലെങ്കിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ അത്ര വലിയ വിഷമകരമല്ലാത്ത സാഹചര്യം, അപ്പോൾ അത് നിൽക്കുകയൊക്കെ ചെയ്യാം. ഏതായാലും അങ്ങനെ നമ്മളോട് അവൻ പ്രാർത്ഥിച്ചിട്ട് ഫലമ്മ കശഫ്ന അൻഹു ളുർറഹു, അവനെ തൊട്ട് അവന്റെ ബുദ്ധിമുട്ട് നമ്മൾ നീക്കിക്കൊടുത്താൽ മറ, അവൻ നടന്നു പോകുന്നു. കഅല്ലം യദ്ഉന, നമ്മോടവൻ പ്രാർത്ഥിക്കാത്തതുപോലെ, ഇലാ ളുർരിൻ മസ്സഹു, അവനെ ബാധിച്ച ബുദ്ധിമുട്ടിലേക്ക് അതിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നമ്മളോട് പ്രാർത്ഥിക്കാത്തതുപോലെ അവൻ നടന്നു പോകുന്നു. അതായത് പ്രതിസന്ധികൾ വരുമ്പോൾ അള്ളാഹുവിനോട് ജനങ്ങൾ പ്രാർത്ഥിക്കും, അതിൽ നിന്ന് രക്ഷ കിട്ടാനും അതിൽ നിന്ന് മോചനം കിട്ടാനും വേണ്ടി ആവശ്യപ്പെടും. എന്നാൽ മോചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയാലോ, ഇതൊക്കെ അങ്ങനെ ഒരു ദുആ അള്ളാഹിനോട് നടത്തിയെന്നും അല്ലാഹു തആല എന്നിട്ട് ഞങ്ങൾക്ക് അതിന് ഉത്തരം നൽകിയെന്നും ഒന്നും മനസ്സിലാകാത്ത പോലെ, ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ അവൻ അഹങ്കാരിയായി നടന്നുപോകും. കദാലിക സുയ്യിന ലിൽ മുസ്രിഫീന മാ കാനൂ യഅമലൂൻ, അതിക്രമികളായ ആളുകൾക്ക് അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ ഇപ്രകാരം ഭംഗിയാക്കി കാണിക്കപ്പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ തിന്മയിലായി ജീവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യന് ഏതെങ്കിലും പ്രതിസന്ധികൾ വരുമ്പോൾ അവൻ ആത്മാർത്ഥമായി അള്ളാഹുവോട് പ്രാർത്ഥിക്കും. എന്നാൽ ആ തിന്മയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ രക്ഷപ്പെടുത്തിയാലോ, ഒന്നും സംഭവിക്കാത്തതുപോലെ, അവൻ അള്ളാഹുവിനോട് ഈ വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ദുആ പോലും ചെയ്തിട്ടില്ലാത്തതുപോലെ അവൻ ധിക്കാരിയായി വീണ്ടും നടന്നുപോകും. തിന്മയുടേതായിട്ടുള്ള സ്വഭാവങ്ങളിൽ മുഴുകി ജീവിക്കുന്ന ആള് വീണ്ടും ആ തിന്മയിലേക്ക് തന്നെ തിരിച്ചു പോകും. പ്രതിസന്ധികൾ വരുമ്പോൾ ഒരു പക്ഷെ അവന്റെ മനസ്സിലുണ്ടാവും, ഇതിൽ നിന്നൊന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ എനിക്ക് നല്ല മനുഷ്യനായി ജീവിക്കണമെന്നൊക്കെ. പക്ഷേ രക്ഷപ്പെട്ട് കിട്ടിയാൽ വീണ്ടും അവൻ ആ ധിക്കാരത്തിന്റെയും അതേപോലെ തോന്നിവാസങ്ങളുടെയും വൈകാരിക അഭിനിവേശങ്ങളുടെയും ഒക്കെ ലോകത്ത് തന്നെ അവൻ സഞ്ചരിക്കുന്ന സ്വഭാവമാണ് സ്വീകരിക്കുന്നത്. ഇത് കടുത്ത കൃത്യവിലോപമാണ് മനുഷ്യൻ കാണിക്കുന്നത്, നന്ദികേടാണ് കാണിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുന്നു. എന്നിട്ട് അല്ലാഹു പറഞ്ഞു, വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള എത്രയോ തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. ലമ്മാ ലലമു, അവരക്രമികളായപ്പോൾ. അതായത് അള്ളാഹുവിനോട് വേണ്ടാത്ത സംഗതികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ഞാൻ ഉത്തരം ചെയ്തില്ല, നിങ്ങൾക്ക് സാവകാശം തന്നു എന്ന് പറഞ്ഞില്ലേ. പക്ഷെ ആ സാവകാശം എപ്പോഴും ലഭിക്കണമെന്ന് വിചാരിക്കണ്ട, അല്ലെങ്കിൽ ലഭിക്കുമെന്ന് കണക്ക് കൂട്ടരുത്. കാരണം നിങ്ങളുടെ മുൻഗാമികൾക്കും അള്ളാഹു ഇതേപോലെ സാവകാശം നൽകി. പക്ഷെ അവരുടെ അതിക്രമം അതിരുവിട്ടപ്പോൾ അള്ളാഹു തആല അവരെ നശിപ്പിച്ചു. അതേപോലത്തെ കണ്ടീഷൻ നിങ്ങളിലേക്കും കൊണ്ടുവരാൻ അള്ളാഹുവിന് സാധിക്കും. അതാണ് പറയുന്നത്, വലഖദ് അഹ്ലക്നൽ ഖുറൂന മിൻ ഖബലിക്കും, നിങ്ങളുടെ മുമ്പുള്ള തലമുറകളെ നാം നശിപ്പിച്ചിരിക്കുന്നു. ലമ്മാ ലലമു, അക്രമികളായപ്പോൾ. വജാഅതുഹും റുസുലുഹും ബിൽ ബയ്യിനാത്തി, അവരുടെ ദൂതന്മാർ അവരുടെ അടുത്തേക്ക് തെളിവുകളുമായി വന്നു. വമാ കാനൂ ലിയുഅ്മിനു, പക്ഷേ ആ തെളിവുകൾ വിശ്വസിക്കുന്നവരായില്ല ആ നാട്ടുകാർ. അപ്പൊ അല്ലാഹു തആല നിഷേധത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് അവർ കൂപ്പുകുത്തിയപ്പോൾ അവരെ അല്ലാഹു നശിപ്പിച്ചു. കദാലിക നജ്സിൽ ഖൗമൽ മുജ്രിമീൻ, തമ്മാടികളായ സമൂഹത്തിന് ഇപ്രകാരം നമ്മൾ പ്രതിഫലം നൽകും. അപ്പൊ നിങ്ങളും അഹങ്കാരത്തിന്റെയും നിഷേധത്തിന്റെയും വല്ലാത്തൊരു ശൈലിയിലൂടെ മുന്നോട്ടു പോയാൽ നിങ്ങൾക്കെതിരെയും ചിലപ്പോ സഡൻ ആക്ഷൻ ഉണ്ടായേക്കാം. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം, ജാഗ്രത പാലിക്കണം. കാരണം ആ തലമുറകളൊക്കെ നശിപ്പിച്ചിട്ട് സുമ്മ ജഅൽനാകും ഖലായിഫ ഫിൽ അർളി മിൻ ബഅദിഹിം, അവർക്ക് ശേഷം ഭൂമിയിൽ നിങ്ങളെ നാം പ്രതിനിധികളാക്കിയിരിക്കുകയാണ്. ലിനൻദുറ കൈഫ തഅമലൂൻ, നിങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കാൻ. അതുകൊണ്ട് തന്നെ ആ പരീക്ഷണത്തിൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകരുത്.
ആ പരീക്ഷണത്തിൽ വിജയിക്കുന്നവരായി നിങ്ങൾ മാറണം. കാരണം കഴിഞ്ഞകാല സമുദായങ്ങൾ ധിക്കാരത്തിന്റെ വല്ലാത്തൊരവസ്ഥയിലേക്ക് കൂപ്പുകുത്തിയപ്പോൾ അവർക്കെതിരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ക്യാപിറ്റൽ പണിഷ്മെന്റിന് അവരെ വിധേയരാക്കുകയുണ്ടായിട്ടുണ്ട്. അതേപോലത്തെ ഒരു കണ്ടീഷൻ നമ്മളിലുണ്ടായാൽ നമ്മളെയും അല്ലാഹു തആല അவ்விதം നശിപ്പിച്ചേക്കാം എന്ന ജാഗ്രതയും അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടും നമുക്ക് വേണം. അതുകൊണ്ട് തിന്മയോട് രാജിയാവുകയും നന്മയുടെ കൂടപ്പറപ്പുകളായി മാറുവാനുള്ള ശ്രമം നടത്തുവാനുമൊക്കെ ജനങ്ങൾക്ക് സാധിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഉണർത്തുകയാണ്. പടച്ച റബ്ബ് അവന്റെ വിധികൾ പാലിച്ചുകൊണ്ട് അവന്റെ നിയമങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നല്ല അച്ചടക്കമുള്ള അടിമകളായി അവന്റെ ശിക്ഷയെ ഭയപ്പെട്ടും അവന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ചും ജീവിതം ക്രമീകരിക്കാൻ നമുക്കെല്ലാവർക്കും അവസരവും തൗഫീഖും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.